ആരോഗ്യം അമൂല്യം. അമീബിക് മസ്തിഷ്ക ജ്വരം, പ്രതിരോധ മാർഗങ്ങൾ, ചികിത്സ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട്ടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജാറാം KK. രോഗം എന്തായാലും ജനങ്ങൾ അതിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ, സാധാരണ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് കുറച്ച് ഗൗരവമുള്ള രോഗമാണ്. ഇപ്പോൾ പോലെ തന്നെ അക്യൂട്ട് എൻകഫലൈറ്റിസ് സിൻഡ്രോംസ് നമ്മൾ എപ്പോഴും ആരോഗ്യവകുപ്പ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്ന് നിപ്പയാണ്. ഇപ്പം ഈ അടുത്ത കാലത്താണ് അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് വരാൻ തുടങ്ങിയത്. ഇത് വെള്ളത്തിൽ കാണുന്ന ഒരു അമീബ കൊണ്ടുണ്ടാകുന്ന രോഗം. ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എൻകഫലൈറ്റിസും പോലെ പനി ഉണ്ടാവും, തലവേദന ഉണ്ടാകും. തലവേദന കുറച്ച് കടുത്തതായിരിക്കും. മുതിർന്നവരാണെങ്കിൽ അത് സഹിക്കാൻ പറ്റാത്ത തലവേദനയാണ്. ഓക്കാനവും ഛർദിയും ഉണ്ടാവും. ഛർദി കുറച്ച് ശക്തിയോടുകൂടിയുള്ള ഛർദിയായിരിക്കും. പിന്നെ നമുക്ക് ഇതൊക്കെ സാധാരണ വൈറൽ പനിയിൽ കാണില്ല. നമുക്ക് ഒരു സംശയം തോന്നിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തലച്ചോറിനെ ബാധിക്കുന്ന എന്ന് കാണിക്കുന്ന വിധത്തിലുള്ള ലക്ഷണങ്ങൾ. അതായത് രോഗിക്ക് സമയവും കാലമൊന്നും മനസ്സിലാവാത്തൊരവസ്ഥ, അങ്ങനെ മനസ്സിലാകാതെ വിധത്തിൽ സംസാരിക്കുന്നു, പെരുമാറ്റത്തിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകുന്നു, ഇങ്ങനെ തലച്ചോറിനെ ബാധിക്കുന്നുള്ള തോന്നലുണ്ടാകുന്ന അങ്ങനെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത ഘട്ടത്തിൽ അപസ്മാരത്തിലേക്കോ ചിലപ്പോൾ ബോധമില്ലായ്മയിലേക്ക് പോയേക്കും. ഇത് പറയുമ്പോഴും കുട്ടികളൊക്കെ ഒന്ന് പേടിക്കേണ്ട. എന്ന് വെച്ചാൽ സാധാരണ ഇതിൽ കുട്ടികൾക്ക് കാണുന്ന അപസ്മാരം പനി കൊണ്ടുള്ള അപസ്മാരമാണ്. അതിൻ്റെ പ്രത്യേകത പനി തുടങ്ങുന്നു അന്ന് തന്നെ അപസ്മാരം ഉണ്ടാകുന്നു, പിറ്റേ ദിവസത്തേക്ക് നിൽക്കുന്നില്ല. പനി കൊണ്ടുള്ള അപസ്മാരം താരതമ്യേന നിരുപദ്രവമാണ്, ഒരു പ്രശ്നം അതിനെ കൊണ്ടുണ്ടാവില്ല. അതേസമയം എൻകഫലൈറ്റിസ് ആണെങ്കിൽ പനി 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് അപസ്മാര ലക്ഷണങ്ങൾ തുടങ്ങുന്നത്. ഇത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇത് പറയുമ്പോൾ ചെറിയ കുട്ടികൾക്ക് തലവേദനയാണെന്നോ പനിയാണെന്നോ പറയാൻ പറ്റില്ലല്ലോ. അവർ നമ്മൾ കാണിക്കുന്നത് സാധാരണ കയ്യും കാലും കുടഞ്ഞൊക്കെ കളിക്കാറുള്ള ചെറിയ കുട്ടികൾ പോലും അനങ്ങാതിരിക്കുന്നു. അതാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല. പനീൻ്റെ കൂട്ടത്തിൽ തീരെ കളിയൊക്കെ കുറഞ്ഞ് അനങ്ങാതിരിക്കുന്നു, ഭക്ഷണം അധികം കഴിക്കുന്നില്ല, അന്നേരം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രാഥമിക ലക്ഷണങ്ങൾ. ഇപ്പോൾ നടക്കുന്ന ചികിത്സാ പ്രോട്ടോകോൾ എന്താണ്? ചികിത്സ ഇതൊരു അടിയന്തര ചികിത്സ ആവശ്യമുള്ള സന്ദർഭമായതുകൊണ്ട് നമ്മൾ വിശദമായിട്ടുള്ള PCR ടെസ്റ്റിൻ്റെ റിസൾട്ടിന് ഇപ്പോൾ കാത്തിരിക്കുന്നില്ല. നമ്മൾ ഒരു LP എന്ന് പറഞ്ഞിട്ട് ലംബാർ പങ്ക്ചർ വഴിക്ക് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, തലച്ചോറിനെ പൊതിഞ്ഞിരിക്കുന്ന ആവരണങ്ങൾക്കിടയിലുള്ള ദ്രാവകം നമുക്ക് അത് നട്ടലിനെയും പൊതിയുന്നതുകൊണ്ട് നമുക്ക് നട്ടലിൽ കുത്തിയെടുക്കാൻ പറ്റും. അതിൽ മോട്ടയിൽ അമീബ, അതായത് സഞ്ചരിക്കുന്ന അമീബകൾ കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കാനില്ല, അപ്പോൾ തന്നെ ചികിത്സ തുടങ്ങുന്നു. ഒരു സാധാരണ രോഗമില്ലാത്തതുകൊണ്ട് കുറച്ച് വില കൂടിയ മരുന്നുകളാണ്, പക്ഷെ എന്നാലും സ്വതന്ത്രമായിട്ട് ലഭ്യമാണത്. ഇപ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനം ഇതിൽ വളരെ സജ്ജമാണ്. എണ്ണത്തിൽ കുറച്ച് രോഗികളേ ഉള്ളൂ, ചികിത്സയ്ക്ക് പൂർണ്ണ സജ്ജമാണ്. എങ്കിലും ചികിത്സ നമ്മൾ പറഞ്ഞില്ല, കഴിഞ്ഞ തവണ നമുക്ക് 4 രോഗികൾ നഷ്ടപ്പെട്ടു, 20% രോഗികൾ നഷ്ടപ്പെട്ടു. പ്രശ്നത്തേക്കാളും കുറച്ച് കൂടുതൽ മരണനിരക്ക് കാണുന്നുണ്ട്. അത് കുറച്ച് കൊണ്ടുവരണത്ര. നമ്മുടെ സ്വകാര്യ ആശുപത്രികളിൽ ഇതിന് ചികിത്സിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട്. കേരളത്തിൽ ഇപ്പോൾ തന്നെ ഒരു സ്വകാര്യ ആശുപത്രി ചികിത്സിക്കുന്നുണ്ട്. അങ്ങനെ വലിയ സംവിധാനങ്ങൾ ആവശ്യമില്ല. നേരത്തെയുള്ള ഒരു സ്ഥിതിയാണെങ്കിൽ വലിയ സംവിധാനങ്ങൾ ആവശ്യമില്ല. രോഗം ഗുരുതരമാകുമ്പോഴാണ് ICU കെയറൊക്കെ വേണ്ടത്. സ്വകാര്യ ആശുപത്രിയിൽ സുഖമായിട്ട് ചികിത്സിക്കാം. മരുന്നുകൾ വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ ഉണ്ടെന്ന് ഡോക്ടർ സൂചിപ്പിച്ചു. അതിന് അവൈലബിലിറ്റി അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. പക്ഷേ ചിലപ്പം ഒരു റെസിഡ്യുവൽ എഫക്റ്റ് പറയില്ല. അതായത് ഒരു എൻകഫലൈറ്റിസ് എന്ന രോഗം കഴിഞ്ഞാൽ അത് നിപ്പയിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഏത് എൻകഫലൈറ്റിസ് നഷ്ടപ്പെടും, ചില ലക്ഷണങ്ങൾ, ചില വൈകല്യങ്ങൾ ബാക്കിയാവും. ആ ഒരു റിസ്ക് എപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പം ചികിത്സയിലെ ആൾക്കാർ മിക്കവാറും ആരോഗ്യമാര് തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു രോഗാവസ്ഥ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതലാണെന്ന് തോന്നുന്നു. അതുണ്ട്, അത് വന്നിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ തവണ നമുക്ക് 8, ഒരു കൊല്ലം മുഴുവനായിട്ടും 8 രോഗികളുണ്ടായത്. പിന്നെ ഇത്തവണ അതിനേക്കാൾ കൂടുതലായി, ഇപ്പോൾ തന്നെ 11 പേര് ആയി. അതിൻ്റെ പഠനങ്ങളൊക്കെ നടക്കുന്നേ ഉണ്ടാവുള്ളൂ അല്ലേ? അതെ, പുതിയ രോഗമാണ്. ഇപ്പം നിപ്പയും നമ്മൾ പ്രതീക്ഷിക്കുന്ന രോഗമല്ലല്ലോ. ഒരുപക്ഷെ കാലാവസ്ഥാ വ്യതിയാനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ വനനശീകരണം പോലത്തെ പ്രാദേശിക പരിസ്ഥിതി പ്രശ്നങ്ങളായിരിക്കാം. അതൊക്കെ വിശദമായിട്ട് നമ്മളൊരു പ്രത്യേക വിങ്ങുണ്ട് വിവിധ മേഖലകളിലെ, അതായത് മൃഗസംരക്ഷണ വകുപ്പ്, ഫിഷറീസ് വകുപ്പ്, വനം വകുപ്പ്, ആരോഗ്യ വകുപ്പ്, പിന്നെ ആയുഷ് വകുപ്പ്, ഇവരൊക്കെ കൂടിയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ഉണ്ട്, വൺ ഹെൽത്ത് കമ്മിറ്റി. അവിടേക്ക് ചർച്ചയ്ക്ക് വെച്ചിട്ട് വേണം വിശദമായിട്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിനൊക്കെ ചർച്ചകൾ നയിക്കുമായിരിക്കും, മുന്നോട്ട് കൊണ്ടുപോയിരിക്കും. വിശദമായിട്ട് എന്തുകൊണ്ട് പെട്ടെന്ന് വന്നു എന്നുള്ളതിന് ഒരു ഉത്തരം ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. അമീബിക് മസ്തിഷ്ക ജ്വരം, ചികിത്സയും പ്രതിരോധവും വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് കോഴിക്കോട്ടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജാറാം KK. ഇതിൻ്റെ 2ാം ഭാഗം നാളെ ഇതേ സമയത്ത്.